വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ടേം എന്താണെന്നാണ്. പലരും കേട്ടിട്ടുണ്ടാവില്ല, പുതിയൊരു ടേം ആയിരിക്കും പലർക്കും. എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് നേച്ചർ സീക്രട്ട് സോണാർ, അതായത് രാത്രിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ അല്ലെങ്കിൽ കടലിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന ജീവികളൊക്കെ എങ്ങനെയാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ മുന്നിലുള്ള ഇരയെ അവർ കണ്ടുപിടിക്കുന്നത്, രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് വിഷൻ അല്ലെങ്കിൽ കാഴ്ച സാധ്യമാക്കുന്നത് എന്നാണ് എക്കോ ലൊക്കേഷൻ എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. അപ്പോൾ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ അവയുടെ റിഫ്ലക്ഷൻ, ആ ഒരു ടേംസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എക്കോ ലൊക്കേഷൻ എന്താണത്? ഈ ഒരു ക്ലാസ്സിൽ ബാറ്റിൽ എങ്ങനെയാണ് എക്കോ ലൊക്കേഷൻ സഹായിക്കുന്നത്, അതുകൂടാണ്ട് വെയിൽസിൽ അല്ലെങ്കിൽ ഡോൾഫിൻസിൽ എങ്ങനെയാണ് എക്കോ ലൊക്കേഷൻ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് എക്കോ ലൊക്കേഷൻ? Echolocation is a technique used by bats, dolphin and other animals to determine the location of objects using reflected sound. This allows the animals to move around in a pitch darkness so they can navigate, hunt, identify friends and enemies and avoid obstacles. ഓക്കെ, അപ്പോൾ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി ബാറ്റ്സ്, വവ്വാലുകളിലും ഡോൾഫിൻസിലും അതേപോലെയുള്ള ആനിമൽസിലും ഒക്കെയാണ് മെയിൻലി കണ്ടുവരുന്നത്. അവ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്ട്സ്, അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ വവ്വാലൊക്കെ രാത്രി ഇത്ര ഇരുട്ടത്ത് സഞ്ചരിക്കുമ്പോൾ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ മുന്നിൽ അവരുടെ ഇരയുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ്. അവരൊരു സൗണ്ട് പുറപ്പെടുവിക്കും. ആ സൗണ്ട് എന്ത് ചെയ്യും? ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. എക്കോ ഉണ്ടാവുമല്ലോ അല്ലേ, നമ്മളൊരു സൗണ്ട് പുറപ്പെടുവിച്ചാൽ അതിൻ്റെ എക്കോ ഉണ്ടാവുമല്ലോ. ആ ഒരു എക്കോ വെച്ചിട്ടാണ് മുന്നിലുള്ള ഒബ്ജക്റ്റിനെ ഇത്തരം ജീവികൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെ സഹായിക്കുന്നത്? ഡാർക്ക്നെസ്സിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇര പിടിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവരുടെ എനിമീസ്, അവരുടെ ശത്രുക്കൾ ചുറ്റുപാടും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ഡു ആനിമൽസ് ലൈക്ക് ബാറ്റ്സ് ആൻഡ് ഡോൾഫിൻ യൂസ് ദിസ് റിമാർക്കബിൾ എബിലിറ്റി ടു നാവിഗേറ്റ് ആൻഡ് ഹണ്ട്? അപ്പോൾ ബാറ്റും ഈ ഡോൾഫിനും എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഇര പിടിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം, ഹൗ ഡു ഡോൾഫിൻ യൂസ് എക്കോ ലൊക്കേഷൻ? ഡോൾഫിൻ എങ്ങനെയാണ് എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്? ഡോൾഫിൻ എന്ത് ചെയ്യും? അവരുടെ നാസൽ പാസേജസ് ഉണ്ടാവില്ല. ഇപ്പോൾ വെയിൽസിൻ്റെ മുകളിലെല്ലാം നമ്മളൊരു നാസൽ ഹോൾ കണ്ടിട്ടില്ലേ? ആ ഒരു ബ്ലോ ഹോൾ എന്നാണ് പറയുക. ആ ഒരു ഹോളിലൂടെ അവരെന്ത് ചെയ്യും? എയർ പുറത്തേക്ക് വിടും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ചില സൗണ്ട് വേവ്സ് ഉണ്ടാവും. ആദ്യം എന്ത് ചെയ്യും? സൗണ്ട്സ് ആർ മെയ്ഡ് ബൈ സ്ക്യൂസിങ് എയർ ത്രൂ നാസൽ പാസേജ്. അവരുടെ നാസൽ പാസേജിലൂടെ അവരെന്ത് ചെയ്യും? സൗണ്ട് ഉണ്ടാക്കും. എങ്ങനെ? സ്ക്വീസിങ് എയർ പുറത്തേക്ക് വിടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും? പാസ് ഇൻ ടു ദ ഫോർഹെഡ് വെർ എ ബിഗ് ബ്ലോബ് ഓഫ് ഫാറ്റ് കോൾഡ് ദ മെലൻ ഫോക്കസസ് ദം ടു പേ. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് ആണ് ഈ ഒരു സോണിക് സൗണ്ട് വേവ്സ് ആണ് നമ്മളുടെ ഇരയുടെ, ഇതാണ് ഇര എന്ന് പറയുന്ന ആ ഇരയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ഇരയുടെ അടുത്തേക്ക് പോയിട്ട് അവരിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടാക്കുന്ന സൗണ്ട് നമുക്ക് തിരിച്ച് പോലെ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സോണിക് സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ ഒരു എക്കോ ആയിട്ടുള്ള സൗണ്ട് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ ഒരു ഡോൾഫിന് മനസ്സിലാവും, യെസ്, മുന്നിൽ നമ്മളുടെ ഇരയുണ്ട്, നമ്മളുടെ ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു നാസൽ പാസേജ് വഴി എയർ സ്ക്യൂസ് ചെയ്തിട്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ടേമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്തത്, ഹൗ ഡു ബാറ്റ്സ് യൂസ് എക്കോ ലൊക്കേഷൻ? വവ്വാൽ എങ്ങനെയാണ് എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്? വവ്വാൽ എന്ത് ചെയ്യും? അവരുടെ ലാറിങ്സ്, തൊണ്ടയിലെ ശ്വാസനാളം എന്നൊക്കെ പറയുന്ന പോലെ, അതിലൂടെ മൗത്ത് വഴി ചില സൗണ്ട്സ് പുറപ്പെടുവിക്കും. ഈ ഒരു സൗണ്ട് എന്ത് ചെയ്യും? ഹൈ പിച്ചിലായിരിക്കും ഈ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുക. സം ബാറ്റ്സ് ക്യാൻ സ്ക്രീം. മനുഷ്യന്മാരുടെ ചെവി പൊട്ടിപ്പോകുന്ന രീതിയിൽ വരെ ചില വവ്വാൽസിന് സൗണ്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റും. 140 ഡെസിബൽ അല്ലെങ്കിൽ 30 മീറ്റർ എവയുള്ള ജെറ്റിൽ വരെ കേൾക്കാൻ വേണ്ടി
അത്രയും ഡെസിബൽ സൗണ്ട്, ഡെസിബൽ ആണല്ലോ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയുടെ ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, അത്രയും ഡെസിബൽ സൗണ്ട് വവ്വാൽ പുറപ്പെടുവിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഡെസിബൽ സൗണ്ട്, ആ ഒരു സൗണ്ട് വേവ്സ് ഇരയുടെ അടുത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളിൻ്റെ അടുത്ത് എത്തുമ്പം അവിടെ നിന്ന് തിരിച്ചൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും, ഒരു എക്കോ ഉണ്ടാവും. ആ എക്കോ വെച്ചിട്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാറ്റിൽ എങ്ങനെയാണ് എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. ബാറ്റിൻ്റെ കേസ് ആയിക്കോട്ടെ, ഡോൾഫിൻ്റെ കേസ് ആയിക്കോട്ടെ, അവരൊരു സൗണ്ട് പുറപ്പെടുവിക്കും, ഒരു സോണിക് സൗണ്ട്, നല്ല ഫ്രീക്വൻസി ഉള്ള സൗണ്ട് പുറപ്പെടുവിക്കും. അത് ഒബ്ജക്റ്റിൽ തട്ടി നമുക്ക് തിരിച്ചൊരു എക്കോ, അവർക്കൊരു തിരിച്ചൊരു എക്കോ കേൾക്കും. ആ എക്കോ വെച്ചിട്ടാണ് ഇത്തരം ആൾക്കാർ, അവിടെയാണ് എക്കോ ലൊക്കേഷൻ, എക്കോ യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുക. അതിനെയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ താങ്ക് യു.